മഴയിൽ എഴുതിയ പ്രണയം. ലവ് ഈസ് റിട്ടൺ ബൈ ദ റെയിൻ. നമ്മുടെ ഹീറോ ആയ കിം ജയാങ്. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു K-pop ഐഡലാണ് ജയാങ്. സ്റ്റേജിൽ ആത്മവിശ്വാസത്തോടെ തിളങ്ങുന്ന അവൻ യഥാർത്ഥ ജീവിതത്തിൽ ശാന്തനും വികാരഭരിതനുമാണ്. മ്യൂസിക്കാണ് അവൻ്റെ ലോകം. എന്നാൽ എല്ലാവരുടെയും സ്നേഹം ലഭിച്ചിട്ടും തൻ്റെ യഥാർത്ഥ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരാളെ അവൻ തേടിക്കൊണ്ടിരുന്നു. അടുത്തത് നമ്മുടെ ഹീറോയിനായ ശ്രീ. ശ്രീ ഒരു കൈൻഡ് ഹേർട്ടഡ് ഗേൾ ആണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം. എപ്പോഴും പുഞ്ചിരിയോടെ ജീവിക്കുന്ന അവൾ സ്വന്തം ദുഃഖങ്ങൾ മറ്റൊരാളോട് പങ്കുവയ്ക്കാറില്ല. ഒരു നാൾ മികച്ച നേഴ്സാകുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. നഴ്സിംഗ് സ്റ്റുഡൻ്റായ ശ്രീ ഹോസ്പിറ്റലിലെ പ്രാക്ടീസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിനരികിൽ മഴ നനഞ്ഞു നിൽക്കുന്ന ഒരു യുവാവിനെ കണ്ടു. അവൻ ബ്ലാക്ക് മാസ്ക് ധരിച്ചിരുന്നു. കണ്ണുകളിൽ ക്ഷീണവും ഏകാന്തതയും. നിങ്ങൾക്ക് സുഖമാണോ? അവനൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് സുഖമാണ്, പക്ഷേ ഇന്ന് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി. ആ ഒരു സംഭാഷണമായിരുന്നു അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. ആ യുവാവിൻ്റെ പേര് കിം ജയാങ്. ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു K-pop സിംഗർ. പക്ഷേ ശ്രീക്ക് അവൻ ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ജയാങ് ഹോസ്പിറ്റലിൽ ശ്രീയെ കാണാൻ വരും. എടി പെണ്ണേ, ഒരു കോഫി ആയാലോ? ഡ്യൂട്ടി കഴിഞ്ഞാൽ മാത്രം. ഇരുവരും 2 കോഫി ഓർഡർ ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ കോഫി വന്നിരിക്കുന്നു. ഇരുവരും മഴയും മ്യൂസിക്കും സ്വപ്നങ്ങളും കുടുംബവും ജീവിതവും എല്ലാം പങ്കുവച്ചു. ഒരു ദിവസം ടേയാങ് ശ്രീയെ ഹാൻ നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി. ശ്രീ, ഞാൻ സ്റ്റേജിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയാനുള്ള ഈ ഒരു വാക്കാണ് എനിക്ക് ഏറ്റവും പേടി. ശ്രീ അവനെ നോക്കി. ശ്രീ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു ശ്രീ. തയോങ്, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ രാത്രിയിൽ അവർ രണ്ടുപേരും ആദ്യമായി കൈകോർത്തു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. ബട്ട് മറ്റന്നാൾ മുതൽ ജയാങ് അപ്രതീക്ഷിതനായി. ഫോൺ ഓഫ്. മെസ്സേജുകൾക്ക് മറുപടിയില്ല. ബ്രേക്കിംഗ് ന്യൂസ്. വാർത്തകളിൽ മാത്രം ഒരു തലക്കെട്ട്. പ്രശസ്ത ഐഡോൾ കിം തയോങ് വിദേശത്തേക്ക് പോയി, കാരണം പുറത്തുവിട്ടില്ല. ഇത് കണ്ട് ശ്രീയുടെ ഹൃദയം തകർന്നു പോയി. അവനും എന്നെ വിട്ടുപോയി. അവൾ കരഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി. 1 year later, ശ്രീ ഇപ്പോൾ നേഴ്സാണ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ കൊണ്ടുവന്നു. മുഖം മുഴുവൻ ബാൻഡേജ്. അവൻ പതുക്കെ അവളുടെ കൈ പിടിച്ചു. ന്യൂസ്. ആ ശബ്ദം ശ്രീയുടെ ഹൃദയം നിശ്ചലമാക്കി. തയോങ്. ഡോക്ടർമാർ പുറത്തു പോയപ്പോൾ അവൻ മാസ്ക് മാറ്റി. അതെ, അത് തെയ്യും തന്നെയായിരുന്നു. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. തയോങ്, എന്തുകൊണ്ട്? എന്തിനെന്നെ വിട്ടുപോയി? തെയ്യും തല താഴ്ത്തി. ശ്രീ, ഞാൻ പോയതല്ല. അപ്പോൾ ശ്രീ, ഒരു അപകടത്തിന് ശേഷം എൻ്റെ കമ്പനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി രഹസ്യമാക്കേണ്ടി വന്നു. മാധ്യമങ്ങൾ ദിവസവും ആശുപത്രിക്ക് പുറത്തായിരുന്നു. നീയും വാർത്തകളിൽ വലിച്ചിഴക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാനാണ് ഞാൻ എല്ലാവരിൽ നിന്നും അകന്നത്. ശ്രീ കരഞ്ഞു. എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് പറയാൻ പോലും അനുവാദമില്ലായിരുന്നു ശ്രീ. അവനും കരഞ്ഞു. ശ്രീ, നിനക്കൊരു കാര്യമറിയോ? എല്ലാ ദിവസവും ഞാൻ നിന്നെ ഓർത്തു. ഞാനും. ഇരുവരും ഒന്നും പറയാതെ ഒരുമിച്ച് കരഞ്ഞു. അന്ന് വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങി. ആശുപത്രിയുടെ മുകളിലെ തുറന്ന ടെറസിൽ തായുൺ ശ്രീയെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ പോക്കറ്റിൽ നിന്നൊരു ചെറിയ ബോക്സ് എടുത്തു. ശ്രീ, ഈ മോതിരം 1 വർഷമായി എൻ്റെ കൈവശമുണ്ട്. എന്ന് ചോദിക്കാമോ? ശ്രീ അത്ഭുതത്തോടെ നോക്കി. ശ്രീ, എൻ്റെ ജീവിതത്തിൽ പ്രശസ്തിയും പണവും കയ്യടിയും എല്ലാം ഉണ്ട്. ബട്ട് വീട്ടിലേക്ക് മടങ്ങാൻ ഒരാൾ മാത്രമില്ലായിരുന്നു. ആ മനുഷ്യൻ നീയാണ്. അവൻ മുട്ടുകുത്തി. ശ്രീ, വിൽ യു മാരി മീ? ശ്രീ കരഞ്ഞുകൊണ്ട് ചിരിച്ചു. ഇനി വീണ്ടും എന്നെ വിട്ടുപോകില്ലല്ലോ? തെയ്യുങ് അവളുടെ കൈ പിടിച്ചു. ശ്രീ, ഈ ജന്മത്തിലുമില്ല, അടുത്ത ജന്മത്തിലുമില്ല. എൻ്റെ എല്ലാ മഴക്കാലങ്ങളിലും നീ മാത്രമേ ഉണ്ടാകൂ. അതെ. ശ്രീ അതെ എന്ന് പറഞ്ഞ നിമിഷം മഴ ശക്തമായി. ആശുപത്രിയിലെ നേഴ്സുമാരും ഡോക്ടർമാരും കൈയടിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം
ഒരു ചെറിയ വിവാഹം. ആഡംബരമില്ല, മാധ്യമങ്ങളില്ല, കുടുംബവും അടുത്ത സുഹൃത്തുക്കളും മാത്രം. വിവാഹത്തിനു ശേഷം തായൂൻ ശ്രീയോട് ചോദിച്ചു, ശ്രീ, ആദ്യമായി എന്നോട് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ നിനക്ക്? ശ്രീ പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് സുഖാണോ അതല്ലേ? തെയ്യുങ് അവളുടെ നെറ്റിയിലൊരു ചുംബനം കൊടുത്തു. ശ്രീ, ഇപ്പോൾ സുഖമാണ്. കാരണം എൻ്റെ വീടും ജീവിതവും സമാധാനവും എല്ലാം നീയാണ്. മഴ വീണ്ടും പെയ്തു. പക്ഷേ ഇത്തവണ അതൊരു വേർപാടിൻ്റെ മഴയല്ലായിരുന്നു. രണ്ട് ഹൃദയങ്ങൾ ഒന്നായ പ്രണയത്തിൻ്റെ മഴയായിരുന്നു.